എടോ ജുബേ, താൻ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്റെ പേര് ജുബ്ബ എന്നല്ല. അല്ലെങ്കിൽ പിന്നെ താനെന്തിനും വിളി കേട്ടപ്പോ നിന്നത്? അത് എന്റെ പേര് പി കെ സുധാകരൻ എന്നാ. ഓ ആയിക്കോട്ടെ, താനിങ് വന്നേ. ഈ എരുമയ്ക്ക് കറക്കുമ്പോ കാല് പൊക്കി ചവിട്ടണ സ്വഭാവം. ഇതിന്റെ കാലൊന്ന് പിടിച്ചു. ഞാനോ? പിടിക്കണമേ. ഒരു സ്കൂൾ അധ്യാപകൻ എരുമയുടെ കാല് പിടിക്കാനോ? തന്നോടെ പിടിക്കാൻ പറഞ്ഞേ. ഇതുപോലെ ചില്ലറ സഹായങ്ങൾ ചെയ്യുന്നുള്ള പ്രതീക്ഷയല്ലേ തന്നെ ഇവിടെ പാർപ്പിച്ചത്. ഞാൻ വാടകയൊന്നും വാങ്ങണില്ലല്ലോ. നോക്കി നിൽക്കാതെ പിടിക്കണോ? ഈ മാതിരി പഠിക്കൊന്നുമില്ലാതെ താൻ എന്തോന്നാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പോണത്? TTCക്ക് എരുമയുടെ കാല് പിടിക്കുന്ന പാഠം ഇല്ലായിരുന്നു. വേണ്ട, ഞാൻ പഠിപ്പിക്കാം. അങ്ങോട്ട് ശരിക്കും പിടിക്കണോ? അതെ, ഇന്നലെ രാത്രി ഞാനൊരു തീരുമാനം എടുത്തു. നട്ടലിന് അടി കിട്ടിയ പട്ടിയെ പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് പണി വേണ്ട, പണം മതി. നിങ്ങൾ എഴുത്തച്ഛന്റെ ആരാ? അയാൾ 2-3 കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണോ? ഞാൻ മകളാണ്. എങ്കിൽ വളരെ സന്തോഷം. അപ്പൊ ഇന്നലെ കണ്ട തലവരച്ച സ്ത്രീ അമ്മയായിരിക്കും അല്ലേ? ആ, അതൊക്കെ പോട്ടെ. നിങ്ങളുടെ വക്കീലാരാ? വക്കീലിനൊന്നും വെച്ചിട്ടില്ല. വെച്ചില്ലേ? അപ്പൊ പോക്ക് തന്നെ. അതൊന്നും എനിക്കറിയണ്ട. എനിക്കെന്റെ കാശ് തന്നാൽ ഞാനങ്ങ് പോയേക്കാം. ആദ്യ ഭാര്യയിലെ മോനെ ഞാൻ കണ്ടു. അയാൾ കേസിൽ ജയിച്ചാൽ സ്കൂൾ ഷെഡ് പൊളിച്ചു മാറ്റി റബ്ബർ കേടും അത്രേ. വിദ്യാഭ്യാസത്തിന്റെ മഹാത്മാറിയ താലവലാതി മരക്കച്ചവടം തന്നെയാണ് അയാൾക്ക് പറ്റിയ പണി. അപ്പോ എന്റെ പണം ഇപ്പൊ തന്നെ തരുന്നോ, അതോ ഞാൻ പോയിട്ട് ഒരു ഉച്ചയാകുമ്പോൾ വരട്ടെ? നിങ്ങൾക്ക് ബാങ്കിലൊക്കെ പോയി പണം ഡ്രോ ചെയ്യാൻ സമയമാവുമല്ലോ അല്ലേ? അച്ഛൻ മരിക്കുമ്പോ സ്കൂൾ കാര്യത്തിനുള്ളതെല്ലാം ചെലവാക്കിയിരുന്നു. ആ, അത് ശരി. ഈ മാതിരി തട്ടുമുട്ടി ന്യായമൊന്നും എനിക്ക് കേൾക്കണ്ട. ഈ വീടും ആർഭാടവും കണ്ടാൽ അറിയാലോ. വേണ്ട, ഒരു കാര്യം ചെയ്യ്. അമ്മയുടെയും മോളുടെയും കഴുത്തിലും കാതിലും ഒക്കെ ആഭരണങ്ങൾ എത്രയുണ്ട്? അത് വിറ്റോളൂ. 30,000 കിട്ടാതെ പി കെ സുധാകരൻ ഇവിടുന്ന് പോവില്ല. മനുഷ്യനെ വെറുതെ പ്രാന്ത് പിടിപ്പിക്കരുത്. മഹാപെശകാ ഞാൻ. ഞാനാ? എന്താ എന്റെ കാര്യം? എന്തായി? നീ എന്നോട് കുട്ടിയോട് ചേർക്കുന്നത്? പോരാ വലിയ പൈസ വാങ്ങിയതിന്റെ കേസ് കഴിയുമ്പോ തരും. ഇവരെ കട്ടാതെ നീ ആരാടാ കഴുതേ? ഇവരെല്ലാം കൊല പണിടുവാൻ. പൈസ വാങ്ങിച്ചിട്ട് റൗഡികളെ വെച്ച് തല്ലിക്കാണല്ലേ? ആവടാ റൗഡിതാ. എന്നാ പിന്നെ ഒരു തീരുമാനം അറിഞ്ഞിട്ടെന്റെ കാര്യം. വാടാ, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ. എറിഞ്ഞു കൊല്ലും. വായിങ്ക. അത് ശരി. വെങ്കടേശ, നിന്നോടാ പോകാൻ പറഞ്ഞത്. വേണ്ട, അവനെ എറിഞ്ഞു കൊല്ലട്ടെ. മര്യാദയില്ലാത്ത ഈ നാട്ടിൽ മര്യാദ കൊണ്ട് ഒരു പ്രയോജനമില്ല. വെറുതെ അല്ല ഈ നാട് നന്നാവാത്തത്. പാവങ്ങൾ എറിഞ്ഞു കൊല്ലുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത്. സമൂലമായ ഒരു പരിവർത്തനം ഇവിടെ വന്നേ പറ്റൂ. മൂന്ന് ടെലഗ്രാം ഫോം. 3 വരെ 4. 4 അല്ല, 5 ആയിക്കോട്ടെ. ഇവിടെ ടെലഗ്രാം ഇല്ല. ടെലഗ്രാം ഇല്ലേ? സംഗതി വളരെ അർജന്റാണ്. ഇവിടെ ഇല്ല. ഞാൻ വേണമെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോ അടിക്കാം. എപ്പോ? ഇന്ന് വൈകിട്ട്. വൈകിട്ടോ? ശരി, എന്നാലും മതി. വളരെ അർജന്റാണ്. മാറ്റർ പറയും. മാറ്റർ അല്ല, ഒന്ന് തന്നെ. വെള്ളിയങ്കര സ്കൂൾ ഈസ് ഇൻ ബിഗ് ട്രബിൾ. പ്ലീസ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ. പി കെ സുധാകരൻ. ഒന്ന് AEOക്ക്, ഒന്ന് DEOക്ക്, ഒന്ന് കളക്ടർക്ക്, പിന്നെ വിദ്യാഭ്യാസ ഡയറക്ടർക്ക്, വിദ്യാഭ്യാസ മന്ത്രിക്ക്, ചീഫ് മിനിസ്റ്റർക്ക്. വളരെ അർജന്റാണെന്ന് കൂടെ ചേർത്തോളൂ. ഒരു ചായ. കേരളത്തിലെ ജനങ്ങള് രാഷ്ട്രീയ പ്രബുദ്ധരാണെന്ന് പറഞ്ഞ് നേതാക്കന്മാര് നമ്മളെ ചുമ്മാ പൊക്കാണ്. നമുക്ക് രാഷ്ട്രീയവും ഇല്ല, പ്രബുദ്ധതയില്ല. സ്വന്തം കാര്യം നേടാൻ വേണ്ടി പിൻവാതിലിൽ ചെന്ന് നിൽക്കും, വോട്ട് ചെയ്യും, അത്ര തന്നെ. സ്വന്തം നാട്ടിലെ ഒരു സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്തവരാ രാഷ്ട്രീയ പ്രബുദ്ധര്. ഈ പാട്ടൊന്ന് നിർത്താമോ? മനുഷ്യൻ ഇവിടെ ചുട്ടുപഴുത്ത് നിൽക്കുമ്പോഴാ പോരാ പോകട്ടും പോടാന്ന് വിളിച്ചു പോകുന്നത്. ജുബേ, എന്താടോ ഇവിടെ സ്ഥിരമായിട്ട് അങ്ങ് പൊറുക്കാൻ തീരുമാനിച്ചോ? ഞാൻ ശല്യത്തിനൊന്നും വരുന്നില്ല. വല്യമ്മയുടെ പായും തലയണൊന്നും ഞാൻ എടുക്കുന്നില്ല. വല്യമ്മയോ? ഞാനോ?
എനിക്കെന്ത് പ്രായമുണ്ടെന്നാ തന്റെ വിചാരം? എന്നാ ഇളയമ്മയുടെ പ്രായം തന്നെയൊന്നും ഞാൻ എടുക്കുന്നില്ല. ഈ മുറ്റത്തൊരു അടുപ്പ് കൂട്ടി എനിക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. ഈ മുറ്റത്ത് അടുപ്പോ? അത് വേണ്ട. ആണൊരുത്തൻ മുറ്റത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് 4 ആള് കണ്ട ഞാനൊരു ദുഷ്ടത്തിയാണെന്ന് പറയും. ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ ഒരു ഓഹരി ഞാൻ തരാം. താൻ കാശ് തന്നാ മതി. കാശെന്ന് പറഞ്ഞാൽ എത്ര? ഊണിനൊക്കെ എന്ത് ചാർജ് ചെയ്യും? തന്നെ പോലെ വെട്ടി വിഴുകുന്ന ഒരുത്തിനാവുമ്പോ ദിവസം ഒരു 10-25 രൂപ വേണ്ടി വരും. 25 രൂപ? ആ. ഞാനിവിടെ വന്ന് താമസിക്കുന്നത് തടി നന്നാക്കാനൊന്നുമല്ല. കാലത്ത് എനിക്ക് ചായ ഒന്നും വേണ്ട. 8 മണിക്ക് ഒരു കഞ്ഞി, ഒരു ചുട്ട പപ്പടം. എന്ത് വരും? ഒരു 35 പൈസ കൂട്ടിക്കോ. ഉച്ചക്ക് ഇത്തിരി ചോറും കുറച്ച് തൈരും, രണ്ടും കൂടി ഒരു 60 പൈസ കൂട്ടിക്കോ. പിന്നെ പൊരിച്ച മീനോ മറ്റോ ഉണ്ടെങ്കിൽ ഒരു 20 പൈസ അതും. എന്റെ ഊഹം തെറ്റിയില്ല. താൻ വെറും ദരിദ്രവാസി തന്നെ. ആഹാര സാധനത്തിന്റെ കണക്ക് പറയുമ്പോഴേക്കും മനുഷ്യൻ ഛർദ്ദിക്കാൻ വരിക. കണക്ക് കണക്കായിരിക്കണം. ഓടവിടുന്ന്. തന്റെ പണ്ടാരടക്കം വീണെന്നൊക്കെ തന്നേക്കാം. താനിതുപോലെ ചെറ്റക്കണക്ക് പറയരുത്. എനിക്ക് ഓശാരൊന്നും വേണ്ട. പിന്നെ ഇപ്പോ പുളിശ്ശേരി ഉണ്ടെങ്കിൽ 10 പൈസ, അച്ചാറുണ്ടെങ്കിൽ എടാ ജുബേ, തന്നോട് ചലക്കരുത് പറഞ്ഞ് എവിടുന്ന് കെട്ടിയെടുത്തറ ഈ സാധനത്തിനൊക്കെ? കണക്ക് കണക്കായിരിക്കണം അമ്മേ, അതുകൊണ്ടാ.